സ്വാർത്ഥ താല്പര്യത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിറയെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പിന്നിലെ സീറ്റിൽ അവസാന യാത്രക്കാരനായിരുന്നു അവൻ. എല്ലാവരും ഇറങ്ങി. ഏറ്റവും പിന്നിലെ സീറ്റിൽ നിന്ന് ഒരു പൊതി കിട്ടി. ആ പൊതി കിട്ടിയപ്പോൾ അതുമെല്ലാം അവൻ എടുത്തു നിവർത്തി നോക്കിയപ്പോൾ 1,00,000 രൂപ ഉണ്ട്. അവന് വളരെ സന്തോഷമായി. അവനിങ്ങനെ വിചാരിച്ചു, ഇന്ന് രാവിലെയും പടച്ചവനോട് പ്രാർത്ഥിച്ചതാണ്, വിചാരിക്കാത്ത രൂപത്തിൽ പൈസ തരണമേ. ഇന്നല്ലാഹു ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു എല്ലാം നൽകുന്നവനാണ്. കാലത്ത് എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും സുബഹി നിസ്കരിച്ച് പ്രാർത്ഥിച്ചു, തരണേന്ന്. വിചാരിക്കാത്ത വഴി കിട്ടിയതാണ്. ഇത്ര 1,00,000 രൂപ അങ്ങനെ കിട്ടണമെങ്കിൽ എത്ര കാലം അധ്വാനിക്കണം? എത്ര സുഖമായ കിട്ടലാണ് ഈ കിട്ടൽ. അങ്ങനെ ആ കിട്ടിയ ക്യാഷ് ഉപയോഗിച്ച് അവൻ വീട്ടിലേക്ക് ആവശ്യമായ ഫ്രിഡ്ജും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി. 2 ദിവസം കഴിയുമ്പോൾ അവന്റെ വീട്ടിന് മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വരുന്നു. ആ ജീപ്പിൽ കയറ്റിയിട്ട് അവനെ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ അയാൾ ജയിലിലാണുള്ളത്. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന, അസ്വസ്ഥയിലേക്ക് നയിക്കുന്നത് യാതൊന്നും നന്മയല്ല. അപ്പോൾ മനുഷ്യനെ, എല്ലാ മനുഷ്യർക്കും നന്മയും തിന്മയും വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനിവാര്യമായും ഒരു ഗൈഡ് വേണം. നന്മ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകൻ വേണം. ഖുർആൻ മാത്രം പോരാ. ആ ഖുർആനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ആ ഖുർആനെ വിവരിക്കുന്ന ഒരു വിവരണത്തിനൊരാൾ വേണം. വിവരിക്കുന്ന ആളില്ലാതെ ഗ്രന്ഥം മാത്രമായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഖുർആൻ നേരെ ലഘുലേഖയായി ഓരോരുത്തരുടെയും വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇറക്കുന്നതിന് പകരം ആ ഖുർആനെ എങ്ങോട്ടാണ് ഇറക്കിയത് ഓർത്തുകൊള്ളുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് ഖുർആൻ അവതരിച്ചു. ആരാണ് പ്രവാചകൻ? സുബ്ഹാനല്ലാഹ്, 4 പ്രാവശ്യം പുന്നാര പ്രവാചകന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. സഹീഹുൽ ബുഖാരിയിൽ സംഭവം ഉദ്ധരിച്ചു. ഒന്നും കെട്ടിപ്പറയുകയല്ല. അഖ്സംതു ബിൽ ഖമറിൽ മുൻശഖ് ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. അൽ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ 4 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഖൽബിൽ ഉള്ള മാലിന്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ കുമിഞ്ഞു കൂടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എടുത്തു നീക്കം ചെയ്ത് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി തുന്നി. അതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് പാപം ചെയ്യുകയില്ല. നമ്മളൊക്കെ, ഏതു മനുഷ്യനാവട്ടെ, അമ്പിയാക്കന്മാരല്ലാത്ത ഏത് മനുഷ്യനും പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പാപം ചെയ്യാൻ സാധ്യതയുള്ള മനുഷ്യനെ നന്മയും തിന്മയും വിവരിക്കുവാൻ ഏൽപ്പിച്ചാൽ, ആശാൻ അക്ഷരമൊന്ന് പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യൻ. എമ്പ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികൾ മുഴുവൻ കക്കും. പ്രവാചകന്മാർ പാപം ചെയ്തുകൂടാ. ആ പ്രവാചകന്മാരാണ് ഈ ഖുർആൻ വിവരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാപുരുഷന്മാർ. അവരുടെ പിന്നാലെ കൂടണം. ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആൻ വിവരിക്കുന്ന പ്രവാചകന്മാരെ അംഗീകരിക്കണം. മഹാനായ സയ്യിദുൽ ബശർ ത്വാഹ റസൂലുള്ളാഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന പക്ഷം നന്മയും തിന്മയും മനുഷ്യനെ വേർതിരിച്ചറിയാൻ കഴിയും. അല്ലാത്ത പക്ഷം കഴിയില്ല. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കൂടുതലായി ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലുള്ള സാഹിത്യമാണ്. അറബി ഭാഷയുടെ ഏറ്റവും സുന്ദരമായ സാഹിത്യം. നിങ്ങൾ നോക്കൂ, ഖുർആനും മറ്റ് ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇന്നും അറബ് ഭാഷയുടെ ലിറ്ററേച്ചർ പഠിക്കുവാൻ അറബ് സമൂഹം അവലംബിക്കുന്ന പുസ്തകം ഖുർആനാണ്. നമ്മുടെ മലയാള നാട്ടിൽ യൂണിവേഴ്സിറ്റികൾ അറബി ഭാഷ പഠിക്കാൻ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രന്ഥം ഖുർആനാണ്. യൂണിവേഴ്സിറ്റികളിൽ നഹ്വ്, സർഫ്, ഗ്രാമർ പഠിക്കുമ്പോൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. അതേസമയം നമ്മുടെ മറ്റു സാഹിത്യങ്ങളിലുള്ള പുസ്തകങ്ങളൊന്നും സാഹിത്യം പഠിക്കാൻ ആരും തിരഞ്ഞെടുക്കുന്നില്ല. ഉദാഹരണം ബൈബിളിന്റെ ഭാഷ നോക്കിയിട്ട് ഒരു സാഹിത്യം ഇവിടെ രൂപപ്പെട്ടിട്ടില്ല, ഒരു ഗ്രാമർ ഇവിടെ രൂപപ്പെട്ടിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തെ ഭാഷ പഠിക്കുവാൻ വേണ്ടി ജനങ്ങൾ അവലംബിച്ചിട്ടില്ല. ഖുർആനാകട്ടെ തത്വങ്ങൾ പഠിക്കാൻ അതിനെ അവലംബിക്കുന്നു, ഭാഷ പഠിക്കാൻ അതിനെ അവലംബിക്കുന്നു.
ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ അതിനെ അവലംബിക്കുന്നു. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, നിങ്ങൾ ഈ വേദഗ്രന്ഥത്തെപ്പറ്റി വല്ല സംശയത്തിലുമാണ് എങ്കിൽ, ഇതിന്റെ സാഹിത്യ സമ്പന്നതയെപ്പറ്റി സംശയമുണ്ടെങ്കിൽ, ഇതിന്റെ ആശയ ഗാംഭീര്യത്തെപ്പറ്റി സംശയമുണ്ടെങ്കിൽ, ഇതിലെ ഏതെങ്കിലും വചനങ്ങൾ മുഹമ്മദ് നബിയുടെ വകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി, നിങ്ങൾ ഇമ്രുൽ കൈസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഒട്ടകത്തിന്റെ കാഷ്ടം നോക്കിയിട്ട് കുരുമുളക് പോലെയാണ് എന്ന് പറഞ്ഞ കവികളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഒരു തവണ പോയിരുന്നു. അപ്പോൾ കണ്ട കുരുമുളകും ഈ ഒട്ടകത്തിന്റെ കാഷ്ടവും ഒരുപോലെ ആയപ്പോൾ അത് രണ്ടും കൂടി പാട്ടിൽ തിരികെ കയറ്റിയ സാഹിത്യകാരന്മാരുണ്ടല്ലോ. ആ സാഹിത്യകന്മാര് ഒന്ന് മുന്നോട്ട് വരൂ, വന്നിട്ട് ഈ ഖുർആനിൽ വല്ല സാഹിത്യത്തിന് നിരക്കാത്ത വല്ലതുമുണ്ടെങ്കിൽ പറയൂ. ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ അതാ ആ സമഗ്രത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും അറബി ഭാഷ പഠിക്കാൻ അവലംബിക്കുന്ന ലിറ്ററേച്ചർ വിശുദ്ധ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്, ആ മഹത്തായ വേദഗ്രന്ഥമായ ആ വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അറേബ്യയിൽ ഭാഷാപരമായി നല്ല കഴിവുള്ള സിദ്ദീഖുൽ അക്ബർ, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ഇവരൊക്കെ നല്ല സാഹിത്യകാരന്മാരാണ്. ഒക്കെ നല്ല ബുദ്ധിയും തൻ്റെടവും ചിന്തയുള്ള ആളുകളാണ്. ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി, വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫയതസിലുൽ നിസാഅ ഫിൽ മഹീദ്. സൂറത്തുൽ ബഖറയിലെ ഈ വചനം മെൻസസുമായി ബന്ധപ്പെട്ട വചനമാണ്. ഞാൻ കുറേ കൊല്ലം മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു നമ്പൂതിരി, ആ നമ്പൂതിരിയുടെ കൂടെ ഒരു അന്തർജനവും. അന്തർജനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളിൽ ഇരിക്കേണ്ടവൾ, ഇസ്ലാമിക സങ്കല്പത്തെക്കാൾ അപ്പുറത്താണ്. ഇസ്ലാമിക സങ്കല്പത്തിൽ സ്ത്രീ ഉള്ളിൽ ഇരിക്കണം, എപ്പോഴും ഇരിക്കണമെന്ന് പറയുന്നില്ല, ആവശ്യത്തിന് പുറത്തിറങ്ങാമെന്നതാണ്. മറ്റേത് പേര് തന്നെ അന്തർജനമെന്നാണ്. ആ അന്തർജനവും ആ അന്തർജനത്തിന്റെ ഭർത്താവും ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു നമ്പൂതിരിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. മറ്റൊരു മതത്തിലെ ഒരു പ്രധാനപ്പെട്ട സവർണ വിഭാഗം, ആ വിഭാഗത്തിന്റെ ആശയങ്ങൾ കൈമാറാൻ നല്ലൊരു സന്ദർഭമായി. ഏതായാലും മുസ്ലിംമാർക്കും മതപണ്ഡിതന്മാർക്കും ഇത്തരം ആളുകളെ ട്രെയിനിലൊക്കെ അല്ലേ കിട്ടൂ, അല്ലാത്ത സമയത്ത് വേദികളില്ലല്ലോ. അങ്ങനെ സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ ചോദിച്ച വിഷയം ആർത്തവത്തെ സംബന്ധിച്ചായിരുന്നു. അപ്പൊ അന്തർജനത്തിന് ആർത്തവമുണ്ടായാൽ ആ അന്തർജനം ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, ആ അന്തർജനം ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്പൂതിരി കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഐത്തത്തിന്റെ കുറെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനുമായി ഇവർ ഈ പറഞ്ഞ ആശയത്തെ ഞാൻ തുലനം ചെയ്തപ്പോൾ ഖുർആനിലും അങ്ങനെ ഇല്ലേ? മെൻസസ് ഉള്ള സമയത്ത് നിങ്ങൾ ഭാര്യമാരുമായി അകലം പാലിക്കുക. ഖുർആന്റെ ഈ വചനം അവതരിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ സ്വന്തം ഭാര്യമാരെ വീട്ടിന്റെ പുറത്ത് ടെന്റ് ഉണ്ടാക്കി ആ ടെന്റിൽ താമസിപ്പിച്ചു. അങ്ങനെ ഈ മെൻസസ് ഉള്ള 6-7 ദിവസം, ആ 7 ദിവസം ഈ പെണ്ണ് ടെന്റിലാണ്, പുരുഷനോ ബെഡ്റൂമിലാണ്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള സംവിധാനത്തോടു കൂടിയുള്ള ആ ഓലപ്പുരയിൽ അവന്റെ റൂമിൽ അവൾ വിറക് പോലെയുള്ള ഒരു പുരയിൽ അവൾ താമസിക്കുന്നു. നല്ല തണുപ്പ് സീസൺ ആയപ്പോൾ, ഡിസംബർ മാസമായപ്പോൾ ഈ ഭർത്താവ് മദീനയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ വന്ന് പറയുന്നു, തണുപ്പ് സഹിക്കാൻ വയ്യ, ആകെ ഒരു പുതപ്പേ ഉള്ളൂ, ആ ഒരു പുതപ്പ് ഞാൻ പുതച്ചാൽ ടെന്റിൽ കിടന്ന് അവൾ വിറക്കും, ആ പുതപ്പ് അവൾക്ക് നൽകിയാലോ ഞാൻ എന്റെ റൂമിൽ കിടന്ന് വിറക്കും. ഒരു പുതപ്പിൽ ഒരു വിരിപ്പിൽ ആർത്തവമുള്ള പെണ്ണിനോടൊപ്പം പുരുഷന് ശയിക്കാൻ പാടില്ല എന്നാണല്ലോ ഖുർആനിൽ ഈ വചനത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹം. ആർത്തവമുള്ള സമയത്ത് സ്ത്രീകളെ നിങ്ങൾ ഉപേക്ഷിക്കുക, വെടിയുക, മാറ്റി താമസിപ്പിക്കുക എന്ന് ആ ശിഷ്യൻ അർത്ഥം കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഓ പ്രിയപ്പെട്ട ശിഷ്യ, ഇങ്ങനെയല്ല അതിന്റെ അർത്ഥം, നിനക്ക് തെറ്റിയതാണ്. നമ്മളല്ല ഈ ഖുർആന്റെ അർത്ഥം പറയേണ്ടത്, നമ്മളല്ല. നമ്മൾ കൊണ്ട് പറയാൻ കഴിയില്ല, നമ്മൾ പറഞ്ഞാൽ കുടുങ്ങും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലുള്ള ജനങ്ങളോട് ചോദിക്കട്ടെ, ചിന്തിക്കണം നിങ്ങൾ. റമദാന്റെ ക്ഷീണം നിങ്ങളുടെ മുഖത്തില്ല എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. തറാവീഹിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു, സന്തോഷമുണ്ട്. ക്രൈസിസ് പലതും ഉണ്ടെങ്കിലും ഇസ്ലാമിന്റെ ആ മഹത്തായ അന്തസ് മുഖത്ത് തുടിച്ചു നിൽക്കുന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവും വക്കീ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന ചർച്ച സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. ഭക്ഷണം കുറച്ചേ കഴിക്കാവൂ, അധികം കഴിച്ചാൽ ഇബാദത്ത് നടക്കൂല എന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ വഴിയിൽ കണ്ടു. അയാൾ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ പറയുന്നത്, പക്ഷെ നിങ്ങൾ വല്ലാത്ത തടിയുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവും, ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയുന്ന ആള് വല്ലാത്ത തടി. സംഭവിക്കാം. അത്തരം ആളുകളെ നോക്കി നമ്മൾ ആരും വേദനിപ്പിക്കരുത്. ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ തടിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടല്ല, വലാകിൻ ഫറഹൻ ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടുള്ള അഭിമാനബോധം കൊണ്ടാണ് ഞാൻ തടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദുബൈയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖത്ത് കാണുന്ന ഈ ആവേശം ഇസ്ലാമിനോടുള്ള ആവേശമാണ്, ദീനിനോടുള്ള കൂറാണ്, ഖുർആനോടുള്ള ബഹുമാനമാണ്. ആ ക്ഷീണം നിങ്ങളെ ബാധിക്കരുത്.